പിണറായി വിജയനെതിരെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാതിരുന്നത് തിരിച്ചടിയായെന്നും വെള്ളാപ്പള്ളിയുടെ പിന്തുണ തിരിച്ചടിച്ചുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ പരാമർശങ്ങൾ എതിരാളികളുടെ പ്രചരണങ്ങൾ കാക്കം കൂട്ടിയെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഏറ്റവും ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് സഖാക്കൾക്ക് ഭയരഹിതമായി നിർഭയമായി കാര്യങ്ങൾ പറയാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇക്കാലം അത്രയും കാര്യങ്ങൾ പറയുന്നതിനൊരു ഭയം ഉണ്ടായിരുന്നോ? ആത്മവിമർശനം എന്ന വാക്കിൽ ഭയവുമായി ചേർത്ത് വെക്കൽ സാധ്യമല്ലല്ലോ. പോട്ടെ, വേറെ ചോദ്യം. അപ്പോൾ ആ ഭയമില്ലായ്മ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് തുടങ്ങുന്നതാണോ ശ്രീജിത്ത്? ഹാഷ്മി, വളരെ പ്രസക്തമായ നിരീക്ഷണമാണത്. കാരണം ഇത്രയും കാലം ഭയരഹിതമായി സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ CPIMന്റെ താഴെ മുതൽ മുകൾത്തട്ടിലുള്ള കമ്മിറ്റികളിൽ കഴിഞ്ഞിരുന്നില്ല എന്നതിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നലെ നടന്നത് വളരെ വിശദമായ ചർച്ചയാണ്. എങ്കിലും ചർച്ച പൂർത്തിയായിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചത് രാത്രി 10 മണിക്കാണ്. അതിനിടയ്ക്ക് ഉച്ചഭക്ഷണത്തിന് മാത്രമാണ് ഒരു ഇടവേള ഉണ്ടായിരുന്നത്, 2 മണിക്കൂർ. അതിനുശേഷം ബാക്കി എല്ലാ സമയത്തും ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനി എങ്ങനെ തിരിച്ചു വരാൻ കഴിയും എന്നതിന് ഊന്നൽ നൽകിയുള്ള ചർച്ചകളാണ് പ്രധാനമായും നടന്നത്. ഈ ചർച്ചയ്ക്കിടയിലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വന്നുവെന്നും ചില പരാമർശങ്ങൾ തിരിച്ചടിയായി എന്നുള്ള വന്നത്. അപ്പോഴും പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കാൻ നേതൃത്വം തയ്യാറായോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. പിണറായി വിജയൻ്റെ അടക്കമുള്ള പരാമർശങ്ങൾ തിരിച്ചടിയായി എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാതിരുന്നത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കി. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൂർണ്ണമായും അകലാനുള്ള കാരണം വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാതിരുന്നതാണ് എന്നതാണ് പ്രധാനമായും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. താഴെത്തട്ട് മുതലുള്ള എല്ലാ നേതാക്കളും ഒരുപോലെ പറയുന്നതാണ്. അത് സംസ്ഥാന നേതൃത്വത്തിലും ഇത് അലയടിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ ആവർത്തിച്ച് വരുമ്പോൾ അന്ന് മൗനം പാലിച്ചിരുന്ന നേതാക്കളാണ് ഇപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വിമർശനത്തിന് എന്താണ് സാങ്കത്യമെന്ന് ചോദിച്ചാൽ അതും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ പുതിയ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തെപ്പറ്റി ഇന്നലെ സെക്രട്ടറി യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നില്ല. നിയമസഭ വിളിച്ചുകൂട്ടാൻ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി മാത്രം തീരുമാനിക്കേണ്ട ഒന്നാണല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നാണ് ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ നേതാക്കൾ പറയുന്നത്. മാത്രമല്ല PB യോഗത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകൂ. PBയുടെ നിലപാട് കേരളത്തിൽ ഒരു രണ്ടാം തലമുറ നേതാക്കന്മാരെ പ്രതിഷ്ഠിക്കണം, അടുത്ത തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച പുതിയ നേതൃത്വത്തെ കൊണ്ടുവരണം എന്ന നിലപാടുണ്ട്. അതുകൊണ്ട് PBയുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനം. അടുത്ത 13-ന്, അതായത് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും സംസ്ഥാന സെക്രട്ടറി ചേരുന്നുണ്ട്. അപ്പോൾ നിയമസഭ വിളിക്കുന്നതിന് മുന്നോടിയായി മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരികയുള്ളൂ. എന്തായാലും CPIMനകത്ത് തുറന്ന ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. പിണറായി ലക്ഷ്യം വെച്ചുള്ള വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ പറയുന്ന നാടിനെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള, നാടിനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ വരുമ്പോഴൊക്കെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ്. അത് CPIMന് ചെയ്യാൻ പോകുന്ന ഗുണമല്ല, ദോഷമാണെന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ്. അതിൽ പിണറായി വിജയൻ മാത്രമല്ല ചേർത്ത് പിടിക്കലുണ്ടായത്. പിണറായി വിജയന്റെ ആ നിലപാടിനൊപ്പം സംസ്ഥാന സെക്രട്ടറി നിന്നതാണ്, MV ഗോവിന്ദൻ അടക്കം അതിനൊപ്പം നിന്നതാണ്, എല്ലാവരും നിന്നതാണ്. എന്നിട്ട് അത് തിരിച്ചടിയായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ തിരിച്ചടിയായപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി നിന്ന് പിണറായിക്കെതിരെ വിരൽ ചൂണ്ടുന്നതിനകത്തൊരു അഭംഗിയുണ്ട്. കാര്യം അതിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് സുജിത്. അതിൽ പിണറായി മാത്രമല്ല അതിൽ കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരൻ. ഹാഷ്മി, തീർച്ചയായും പിണറായി വിജയൻ സ്വന്തം ഇഷ്ടാനിഷ്ട പ്രകാരം തീരുമാനങ്ങളും നയങ്ങളും നിശ്ചയിച്ചെങ്കിൽ അതിനെല്ലാം ഒപ്പീസ് പാടിയത്, ഓശാന പാടിയത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിലംഗങ്ങളായ നേതാക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒരു ഘട്ടത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്നാൽ പിണറായി വിജയൻ എന്ന വലിയ നേതാവിനെ ചുറ്റിപ്പറ്റി കറങ്ങുന്ന ഒരു വൃന്ദമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഘട്ടത്തിലൊക്കെ അഭിപ്രായം പറയാനോ അതിനെ തിരുത്താനോ ഉള്ള ഇടപെടൽ നടത്താൻ മുന്നിട്ടിറങ്ങിയത് വളരെ ശുഷ്കമായിട്ടുള്ള ആളുകൾ മാത്രമാണ്. അതായത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചവർക്ക് തന്നെ പിന്നീടുണ്ടായിട്ടുള്ള ഫലങ്ങളും അനുകൂലമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഘട്ടങ്ങളിലൊക്കെ ഇത്തരം നേതൃഘടനയുള്ള പാർട്ടികളിലൊക്കെ നേതാക്കന്മാർ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മടിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കനത്ത പരാജയം ഉണ്ടായിരിക്കുന്നു, അസാധാരണമായ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഈ അസാധാരണ തിരിച്ചടിയിൽ നിന്ന് കരകയറുന്നതിൻ്റെ ഭാഗമായി നേതാക്കൾ തുറന്നു പറയാൻ തുടങ്ങിയെങ്കിൽ അത് ഒരു ശുഭോദർക്കമായ കാര്യമാണ്, അതൊരു ശുഭകരമായ കാര്യമാണ് എന്ന് പറയണം. കാരണം മുൻകാലങ്ങളിൽ അവർ മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അവർ മറ്റൊരു സമീപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടുന്നെങ്കിൽ അതും നല്ലത് തന്നെ എന്ന നിലയ്ക്ക് വേണം ഇതിനെ സ്വീകരിക്കാമെന്നാണ് നമുക്ക് തോന്നുന്നത്. ശ്രീജിത്ത്, അതിൽ പാർട്ടി എങ്ങനെ തിരുത്തുന്നു, എങ്ങനെ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു? ഭയരഹിതമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയകാല SFIയിൽ പോലും താഴെത്തട്ടിൽ വിമർശനം ഉന്നയിക്കാൻ ആരും ഭയന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ വിദ്യാർത്ഥികളെ ആയിരിക്കും അതിൻ്റെ പാർട്ടിയിൽ ഭയരഹിതമായ നിലപാട് പറയാം എന്നൊരു നേതാവ് പറയുന്നത് അത്ഭുതകരമായി തോന്നി എനിക്ക്. പോട്ടെ,
പുതിയ കാല പാർട്ടി, അങ്ങനെ ഭയരഹിതമായി ആൾക്കാർ പറയട്ടെ, തിരുത്തൽ വരുത്തട്ടെ. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ആ ഒരു സാവകാശം ആൾക്കാർ ഭയരഹിതമായി സംസാരിച്ച് തിരുത്തി വന്നെടുക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരുമോ അതോ പുതിയ പേരുണ്ടാകുമോ, കെ.എൻ. ബാലഗോപാലിലേക്ക് എത്തും? എന്തായാലും 35-അംഗ സംഘം എന്ന് പറഞ്ഞാൽ ഒരു ചെറു സംഘമാണ്. ആ ചെറു സംഘത്തെ നയിക്കാൻ കരുത്തനായ പുറത്ത് ആ ഒരു പെർസെപ്ഷൻ കൊടുക്കാൻ പറ്റിയൊരു നേതാവ് വേണമെന്ന കാര്യത്തിൽ തർക്കം വേണ്ടല്ലോ ശ്രീജിത്ത്. ഹാഷ്മിയും പാർട്ടി കമ്മിറ്റികളിൽ സ്വതന്ത്രമായും ഭയരഹിതമായും അഭിപ്രായം പറയാൻ അനുവദിക്കുമെന്നുള്ള എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന വിചിത്രമായി തോന്നി. കാരണം CPIM-ന്റെ ഭരണഘടനയിലെ 21-ാം വകുപ്പിലാണ് ഉൾപാർട്ടി ചർച്ചകളെപ്പറ്റി പറയുന്നത്. ഈ ഉൾപാർട്ടി ചർച്ചകളിൽ പാർട്ടി കമ്മിറ്റികളിൽ സ്വതന്ത്രമായും നിർഭയമായും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പാർട്ടി അംഗങ്ങൾക്കുണ്ട്. അതാണ് പാർട്ടി ഉറപ്പു നൽകുന്ന ഉൾപാർട്ടി ജനാധിപത്യം എന്ന കാര്യം കൃത്യമായി പറയുന്നുണ്ട്. പാർട്ടിയുടെ താത്വികനായ സൈദ്ധാന്തികനായ എം വി ഗോവിന്ദന് ഇതേപ്പറ്റി അറിയാതെയാണ് അദ്ദേഹം പ്രതികരിച്ചതെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്. ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരാളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിടുക്കമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. കാരണം നിയമസഭാ സമ്മേളനം വിളിച്ചിട്ടില്ല, MLA-മാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തീരുമാനമെടുക്കാൻ സാവകാശമുണ്ട്. PB യോഗം ചേരുകയാണ്. 8-ാം തീയതി അവൈലബിൾ PB ഉണ്ട്. 10ഉം 11ഉം തീയതികളിൽ പൂർണ്ണ PB യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട് 5 സംസ്ഥാനങ്ങളിലെ ഫലം വിലയിരുത്താൻ. അതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിലെ ഈ കനത്ത തിരിച്ചടിയും ചർച്ചാ വിഷയമാകും. കേരളത്തിൽ മാത്രമാണ് രാജ്യത്ത് CPIM-ന് അധികാരമുണ്ടായിരുന്നത്. ആ അധികാര നഷ്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയാണ് തിരിച്ചു വരാൻ കഴിയുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ പുതിയ നേതൃനിരയെപ്പറ്റിയും ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തുടരുമോ അതോ മറ്റാരെങ്കിലും രണ്ടാം നിരക്കാരെ കൊണ്ടുവരണമോ എന്ന കാര്യത്തിലൊക്കെ PBയുടെ നിലപാടും അഭിപ്രായവും നിർണായകമാണ്. അതുകൊണ്ടാണ് PB തീരുമാനത്തിന് കൂടി കാക്കുന്നത്. ഓക്കെ, ആർ ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. CPM എങ്ങനെ തിരികെ വരാൻ കഴിയും, എങ്ങനെ അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയും 5 വർഷത്തിനോട് 2031 എന്നടക്കമുള്ള വളരെ സജീവമായ ചർച്ചകൾ ആ പാർട്ടിയിൽ നടക്കട്ടെ. ഭയരഹിതമായി സംസാരിക്കാം, പേടിയില്ലാതെ സംസാരിക്കാമെന്നുള്ള എം വി ഗോവിന്ദൻ്റെ ഉറപ്പ്. അങ്ങനെ സഖാക്കൾ പേടിയില്ലാതെ സംസാരിക്കട്ടെ, അത് ആ പാർട്ടിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. CPM നിലനിൽക്കുക എന്നുള്ളത് കേരളത്തിനും അനിവാര്യമാണ്. അതേവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, മനോജ് മാധവൻ, പിണറായി പുറകിൽ പോയപ്പോൾ ഹാഷ്മിയുടെ ആഹ്ലാദം കേരളക്കര കണ്ടതാണ്. അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ധർമ്മടത്തും പിണറായി വിജയൻ പിന്നിൽ പോകുമെന്ന് നമ്മുടെയൊന്നും സ്വപ്നത്തിൽ, വന്യമായ സ്വപ്നങ്ങൾ പോലും ആരുടെയും ഉണ്ടായിരുന്നില്ല. പറവൂരിൽ പക്ഷേ VD സതീശന് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചേക്കാം എന്നൊരു സൂചന ഉണ്ടായിരുന്നു. കാര്യം പറവൂരിലെ വേറൊരു സാഹചര്യമായിരുന്നു. നമ്മളെ ഇലക്ഷൻ വോട്ടെണ്ണലിൻ്റെ മൂഡ് വേറൊരു എക്സൈറ്റഡ് മൂഡാണ്. അപ്പോൾ അതിൽ അമ്പരപ്പായിരുന്നു. അത് പറവൂരിൽ VD പിന്നിൽ പോയപ്പോഴും അതേ അമ്പരപ്പ് കേരളക്കാർ കണ്ടതുമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് സന്ദർഭത്തിൽ നടത്തി മാറ്റിയെടുത്ത് പ്രചരണം നടത്തരുത്, മോശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.